രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് ഇത്ര വലിയ അതായത് ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമാവുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ആ പിതാവ്, നേരത്തെ നമ്മൾ കേട്ടതാണ്, അദ്ദേഹം പറയുന്നത് ഗൂഢാലോചനയുണ്ട്, ഈ കുട്ടികൾ പ്ലാൻ ചെയ്ത് മർദ്ദിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഇന്നലെ ലഭിച്ചിരുന്ന വിവരങ്ങളെല്ലാം അനുസരിച്ചാണെങ്കിലും ഈ കുട്ടി ഇതിലൊന്നും ഉൾപ്പെടാത്ത ആളാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് വളരെ വ്യക്തമായതുമാണ്. കാരണം ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ അറിയാം, കൂട്ടുകാരാണ്, അതുകൊണ്ട് കൂടെ പോയതാണ്. ആ കുട്ടിക്കാണ് മർദ്ദനമേറ്റത്, ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കാര്യങ്ങൾ ഇന്ന് ഉച്ചയോടെ കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ എന്താണ് മരണകാരണം എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. ഫൈസൽ, ഇന്നലെ തന്നെ ഈ പുറത്തേക്ക് വലിയ ബ്ലീഡിങ്ങോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള മുറിവുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റേണൽ പ്രശ്നങ്ങളായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. അതും കണ്ണൊക്കെ അടിച്ചു പൊട്ടിച്ചു എന്നുള്ളത് ഈ ചാറ്റിലും നമുക്ക് വ്യക്തമാണ്. അപ്പം തലക്കേറ്റ ഗുരുതരമായിട്ടുള്ള പരിക്ക് തന്നെ ആയിരിക്കാം ഈ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കൊക്കെ എത്തിച്ചതല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ. പുറത്തേക്ക് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ മറ്റു കാരണങ്ങളുണ്ട്. കാരണം ഈ അടിയേറ്റ സമയത്ത് ഈ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളാണ് ഈ വിദ്യാർത്ഥിയെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും പ്രത്യേക കാര്യക്ഷമമായി അല്ലെങ്കിൽ പുറത്ത് കാണുന്ന രീതിയിലേക്കുള്ള മുറിവോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ വിദ്യാർത്ഥിക്ക് അവശത കണ്ടു. അതിനെ തുടർന്നാണ് രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ഈ അവശത, വിദ്യാർത്ഥി പലതരത്തിലുള്ള അവശതകൾ, ശാരീരിക പ്രശ്നങ്ങൾ കാണിക്കുന്നതിനെ തുടർന്നാണ് ഈ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ ഇത് അന്വേഷിച്ചപ്പോൾ ഇത് മർദ്ദിച്ചതാണെന്നും തുടർന്ന് ഇവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നത് തലക്കേറ്റ ഗുരുതരമായ പരിക്ക് തന്നെ ആയിരിക്കണം വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ അവശതയെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ നിന്ന് പരിശോധിച്ച ശേഷമാണ് ഈ കുട്ടിക്ക് പരിക്ക് ഗുരുതരമാണ് എന്നുള്ള വിവരം ഡോക്ടർമാർ അറിയിക്കുന്നത്. അതിനുശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഏകദേശം ഒരു മണിക്കൂറുകളോളം ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങളൊക്കെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടിക്ക് 16 വയസ്സുകാരന് ജീവൻ നഷ്ടമായിരിക്കുന്നു. തലക്കേറ്റ അല്ലെങ്കിൽ അത്തരത്തിൽ ഗുരുതരമായി ഏറ്റ പരിക്കുകൾ തന്നെ ആയിരിക്കണം മരണം കാരണമായി ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് പറയാൻ കഴിയുക. മറ്റുള്ള കാരണങ്ങളൊന്നും തന്നെ നിലവിൽ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയില്ല. ഇനി എന്തായാലും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ സ്ഥിരീകരണങ്ങളൊക്കെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തന്നെയാണ് ഇന്നലെയാണ് ഗുരുതരമായി പരിക്കേറ്റ്. കഴിഞ്ഞ ദിവസം തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഈ ഷഹബാസിനെ കഴിഞ്ഞ ദിവസമാണ് ICUവിൽ പ്രവേശിപ്പിച്ചത് മെഡിക്കൽ കോളേജിൽ. ഇന്നലെ രാത്രി 12:30യോടെയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ട്യൂഷൻ സെന്ററിന്റെ പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യങ്ങളാണ്. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം കൃത്യമായി വിവരിക്കുന്നുണ്ടായിരുന്നു. ആ വാക്കുകളിലേക്ക്. നമ്മുടെ സ്ഥാപനത്തിൽ ഫെയർവെൽ പാർട്ടിക്കിടെ രണ്ട് വിഭാഗം സ്കൂളുകൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ചെറിയൊരു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ക്രമം എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. കാരണം ഇന്നലെയാണ് ഇവിടെ ഈ രീതിയിൽ രണ്ട് സ്കൂളുകൾ ഉള്ള കുട്ടികൾ സംഘടിക്കുകയും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ആ ദിവസം നമ്മളെ സംബന്ധിച്ച് സ്ഥാപനത്തിന് അവധിയായിരുന്നു. നമ്മളാരും തന്നെ ഇവിടെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ കോയമ്പത്തൂരായിരുന്നു. അതുപോലെ തന്നെ പല ഭാഗങ്ങളിലായിരുന്നു. കാരണം ആ ദിവസം അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടില്ല. പക്ഷേ പെട്ടെന്നാണ് ഇവിടുന്ന് നാട്ടുകാർ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ സംഘർഷം ഇവിടെ ഉണ്ടാവുകയും ഒരാൾക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം നമ്മൾ അറിയാൻ സാധിച്ചത്. അതാണ് സംഭവിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ ഫെയർവെൽ പാർട്ടി നടന്നത്. അവിടെ ഉണ്ടായ വളരെ നിസ്സാരമായ ഒരു തർക്കത്തിനാണ് വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ലിലേക്ക് എത്തിയത്. ഇതിലൊന്നും ഇല്ലാതിരുന്ന ഒരു വിദ്യാർത്ഥി ഈ MJ സ്കൂളിൽ നിന്ന് പോയ വിദ്യാർത്ഥി സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അതിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്നലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് പോലീസ് ഈ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ വന്ന ഓഡിയോ കണ്ടെത്തിയത്. ഈ കൂട്ടത്തല്ലിൽ ഒരാൾ മരിച്ചാൽ പോലും പ്രശ്നമില്ല എന്നതുൾപ്പെടെ പറയുന്ന, അതായത് നിയമവശം ഉൾപ്പെടെ പറയുന്ന വളരെ ഞെട്ടലുണ്ടാക്കുന്ന ചാറ്റാണ് പുറത്തു വന്നത്. അതിൽ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് എങ്ങനെയൊക്കെ ആക്രമിച്ചു, ഇല്ലെങ്കിൽ എത്രത്തോളം ക്രൂരമായിട്ടാണ് ആ വിദ്യാർത്ഥിയെ ആക്രമിച്ചിരിക്കുന്നത് എന്നതുകൂടി വ്യക്തമാവുന്ന ചാറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ചാറ്റിൽ വിദ്യാർത്ഥികൾ പറയുന്ന വാക്കുകൾ കേൾക്കാം. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്
അതിന് ഇവരൊന്നും ഇല്ല വെച്ചാൽ നാഫീനല്ല വെച്ചത് 2 ദിവസം കഴിട്ടാ